ജയ് സച്ചിദാനന്ദ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടിയിരിക്കുന്ന പരമാത്മാവിനെ ഞാൻ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. മൃത്യുവിനെക്കുറിച്ചുള്ള വേറെയും ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് ആത്മഹത്യയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആത്മഹത്യ എന്ന സംഭവം നമ്മുടെ ഭാരതത്തിൽ അത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു സംഭവമല്ല. അതിന് പല പ്രേരണകളും ഉണ്ടായിരിക്കുന്നതുമാണ്. അതിന് പല കാരണങ്ങളുണ്ടാവും. ഭാരതത്തിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ്. പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകളാണ് ആത്മഹത്യക്ക് ഒരുങ്ങാറുള്ളത്. പുരുഷന്മാർ ബിസിനസ്സിൽ എന്തെങ്കിലും വലിയ വിധത്തിലുള്ള ലോസ് ആവുകയാണെങ്കിൽ അവർക്ക് അത് മുഖേന ബാങ്ക്രപ്സി ഉണ്ടാവുമെന്ന ഒരു ഭീഷണിയെ നേരിടേണ്ടി വരുന്നു. 4 ഭാഗത്തു നിന്നും അവർക്ക് പണമൊന്നും സഹായിക്കാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പോഴാണ് അവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അഥവാ മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. നേരെ മറിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിന് അനേകം കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഭർത്താവ്, പിന്നെ ഇൻലോസ്, മാതാപിതാക്കൾ, പ്രേമം കൊണ്ടുള്ള നൈരാശ്യം, പ്രേമത്തിൽ തോൽവി. അതുമാത്രമല്ല, കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും ചില സ്ത്രീകൾ ആത്മഹത്യക്ക് തയ്യാറാവാറുണ്ട്. മെന്റൽ ടെൻഷനും ടോർച്ചറിങ്ങും ഉണ്ടാകുമ്പോൾ ചെയ്യുന്നു. പക്ഷേ ഈ കാരണത്താലും ആത്മഹത്യ ചെയ്യുന്നു. ചിലപ്പോൾ മകനോ മരുമകളോ വളരെയധികം പീഡിപ്പിക്കുമ്പോൾ അഭിമാനത്തിന് ക്ഷതമുണ്ടാവുന്നു. അപ്പോൾ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. പലപ്പോഴും സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടുന്നു, ബലാത്കാരം ചെയ്യപ്പെടുന്നു. അപ്പോൾ പല സ്ത്രീകളും, ഒന്നും അറിയാത്ത പെൺകുട്ടികളും നിഷ്കളങ്കരായ സ്ത്രീകളും യാതൊരു തെറ്റും ചെയ്യാതെ സമൂഹത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ട്, അഭിമാനത്തിന് ക്ഷതമേൽക്കും എന്ന ഭയം കൊണ്ട് ആത്മഹത്യക്ക് ഒരുങ്ങുന്നു. വാസ്തവത്തിൽ ഇതിൽ സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്തു, അവരെന്താണ് തെറ്റ് ചെയ്തത്? എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇതിനൊട്ടും കുറവില്ല. പലപ്പോഴും സമൂഹത്തിലുള്ളവർ എന്താണ് ചെയ്യാറുള്ളത്? അവർ നീചമായ ദൃഷ്ടിയോടെ വീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ, പരിതസ്ഥിതികൾ കാരണം അവർക്ക് എന്തോ തെറ്റ് സംഭവിക്കുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ സമൂഹം അവരെക്കുറിച്ച് സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നു, അവരെ അവഹേളിക്കുന്നു, തെറ്റ് ചെയ്തതുപോലെ അവരോട് പെരുമാറുന്നു. ഇതവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. തങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു. ഇതുപോലെയുള്ള മൃത്യുവിന് സമൂഹത്തിലുള്ളവർക്കും ചുമതലയുണ്ട്. എന്താണ് സത്യം, സത്യമല്ലാത്തത് എന്താണ്, ആരാണ് തെറ്റുകാർ, ആരാണ് തെറ്റുകാരല്ലാത്തത് എന്ന് അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞിരിക്കുന്നവരെ കൂടുതൽ അപമാനിച്ച്, അവരെ അവഹേളിച്ച്, അവരെ കുറ്റക്കാരാക്കി കണ്ട് അവരെ മരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ അവരെ തോന്നിപ്പിക്കുന്നു. പോയ്സൺ കഴിച്ച് മരിച്ചു കളയാം എന്നവരെ കൊണ്ട് തോന്നിപ്പിക്കാൻ ഫോഴ്സ് ചെയ്യുന്നു. അതുകൊണ്ട് പൊതുജനങ്ങളും ആലോചിക്കണം. ഈ സമൂഹത്തിനും ചില കടമകളുണ്ട്. ഏതാണ് ഈ സമൂഹം? അയൽപക്കത്തുള്ളവരും പരിചയക്കാരും കൂട്ടുകാരും ബന്ധുക്കളും ഇവർ തന്നെയാണ് സമൂഹം എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ളവരെല്ലാവരും അതിലടങ്ങുന്നു. നമ്മുടെ അയലത്തും അരികത്തും ഉള്ളവരെല്ലാം സമൂഹമാണ്. ഈ സമൂഹം കാരണം ധാരാളം സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ കാണാൻ ഒരു സ്ത്രീ വരാറുണ്ട്. അവർ തൻ്റെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെ ജീവിതം വളരെ ദുഃഖവും വേദനയും നിറഞ്ഞതായിരുന്നു. എന്നെ കാണാൻ വരുന്നവരിൽ പലരും അവരുടെ പേഴ്സണൽ അനുഭവങ്ങളെക്കുറിച്ച് എന്നോട് തുറന്നു പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, കഥകൾ എഴുതുന്ന വലിയ വലിയ കഥാകൃത്തുക്കൾക്ക് കഥ എഴുതാൻ വിഷയമില്ലെങ്കിൽ എൻ്റെ അടുത്ത് ആയിരക്കണക്കിന് കഥകളുണ്ടെന്ന്. നടന്ന സംഭവങ്ങളാണ് എല്ലാം. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, എങ്ങനെയാണ് ഇവർ ഇത്രയും ദൂരം സഹിക്കുന്നത് എന്ന്, എങ്ങനെയാണ് ഇവരെ ദുഃഖത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ സാധിക്കുക എന്ന്, ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തു മാർഗമാണ് എനിക്ക് നൽകാൻ സാധിക്കുക എന്ന്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. പലരും എൻ്റെ അടുത്ത് വന്ന് അവരുടെ ദുഃഖത്തെ മറികടക്കാനുള്ള മാർഗം അന്വേഷിച്ചു കൊണ്ടുപോവാറുണ്ട്. എന്നാൽ അവരുടെ എണ്ണം എത്രയോ കുറവായിരിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകമെങ്ങും ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്നു. അവരുടെ മനസ്സിൽ ഞങ്ങളുടെയും ജീവിതം രക്ഷപ്പെടാൻ ആരെങ്കിലും ഉപദേശിച്ചാൽ നന്നായിരുന്നു എന്ന് കരുതും. എന്നാൽ എൻ്റെ അടുത്ത് വരാൻ തക്ക ധൈര്യം അവർക്ക് ഉണ്ടായിരിക്കുന്നില്ല. അഥവാ അവർക്ക് എങ്ങനെയാണ് ഇവിടെ എത്തുക, എങ്ങനെയാണ് എന്നെ കാണുക എന്ന ഐഡിയ ഉണ്ടായിരിക്കില്ല. എന്നെ കാണാൻ വരുന്ന ചിലർ പറയാറുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ
അടുത്തെത്താനാവുമെന്നും നിങ്ങളുടെ അരികിലിരുന്ന് നിങ്ങളോട് സംസാരിക്കാനാവുമെന്നും വിശ്വാസമേ ഇല്ലായിരുന്നു എന്ന്. ഞങ്ങൾ കരുതിയത് നിങ്ങളുടെ അടുത്തെത്താൻ ഞങ്ങൾക്ക് വളരെ വളരെ പ്രയാസമായിരുന്നു എന്നാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പേഴ്സണലി 1-to-1 ഇതുപോലെ നിങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കാനാവില്ലായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതിക്കൊണ്ടിരുന്നത്. അതെല്ലാം ഞങ്ങളുടെ വെറും ചിന്തകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ശേഷം ഞങ്ങൾക്ക് ശരിക്കും തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. ഇത് സത്യത്തിൽ സാധ്യമായോ എന്ന്. എന്നാൽ ഇത് വളരെ സിമ്പിളാണ്. ഞങ്ങളുടെ പക്കൽ എത്താൻ യാതൊരു പ്രയാസവുമില്ല. ചിലർ വരാനാവും, ചിലർക്ക് വരാനാവില്ല. ഇവർക്ക് വരാം, ഇവർക്ക് വരാൻ പാടില്ല എന്നൊന്നുമില്ല. ആർക്കും വരാം. അപ്പോയിൻമെന്റ് വാങ്ങിയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും വന്നതുപോലെ തിരിച്ചു പോവേണ്ടി വരില്ല. 100% നിങ്ങളോട് എനിക്ക് സംസാരിക്കാനാവും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കാറുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും എന്നോടെല്ലാം തുറന്നു പറയാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കുകയും ചെയ്യും. ഞാൻ ആരെക്കുറിച്ചും ആരോടും പേര് പറഞ്ഞ് പറയാറില്ല. ഞാൻ അല്ലാതെ ആ കാര്യം മറ്റാരോടും ഇന്നാരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന് പറയാറില്ല. പറഞ്ഞാൽ അത് ഒരിക്കലും കോൺഫിഡൻഷ്യൽ അല്ലല്ലോ. ആരാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുക? എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു കടക്കുക? സോ അങ്ങനെ ഒരു സ്ത്രീ വന്നിരുന്നു. അവർ വന്ന ഉടനെ എന്നെ കണ്ട് കരഞ്ഞു. അവർക്ക് വളരെ സന്തോഷം തോന്നി. അവർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം ഇപ്പോഴാണ് സഫലമായിരിക്കുന്നത് എന്ന്. ഇനിയുള്ള ജീവിതം മുഴുവനും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങൾ മരിക്കുമ്പോൾ ഞാനും കൂടെ തന്നെ മരിക്കും. ഇന്നേ വരെയുള്ള ജീവിതത്തിൽ ഞാൻ ജീവിച്ചത് നരകതുല്യമായ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായി കരഞ്ഞു. അവരുടെ കഥ പറഞ്ഞു. 19 വയസ്സിൽ തന്നെ എൻ്റെ വിവാഹം നടന്നതാണ്. എൻ്റെ വിവാഹം അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപ്രകാരമായിരുന്നു. പിന്നീട് അച്ഛന് തോന്നി ഞങ്ങൾ വിവാഹത്തിൽ ആലോചിക്കുന്ന കുടുംബം തീരെ ശരിയല്ല എന്ന്. പക്ഷേ പൊതുജനങ്ങളെ ഭയന്ന്, സമൂഹത്തെ ഭയന്ന് വിവാഹം നടന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വിധിയിൽ എന്താണുള്ളത് അത് നടക്കട്ടെ എന്ന്. ആർക്കാണ് വിധിയെ മാറ്റാൻ സാധിക്കുക എന്ന് കരുതി ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിരുന്നു, നിർദോഷിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. സമൂഹം തെറ്റായി സംസാരിക്കും എന്ന ചിന്ത കാരണം ഞാൻ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം ഭർത്തൃഗൃഹത്തിൽ കൂടുതൽ ആൾക്കാരൊന്നുമില്ലായിരുന്നു. നാത്തൂനും എൻ്റെ ഇൻലോസും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. ഏതായാലും വിവാഹം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി. എൻ്റെ അമ്മായിയമ്മ വളരെ ശണ്ടയിടുന്ന കൂട്ടത്തിലായിരുന്നു. ഞാൻ അവരെ കോപിപ്പിച്ചതിന് മാപ്പ് ചോദിക്കും. പക്ഷെ അവർ ശരിക്കും ഒരു താടകയെ പോലെ ആയിരുന്നു. ഞാൻ അവിടെ ചെന്നത് 19ാമത്തെ വയസ്സിലാണ്. ആ വയസ്സിൽ എനിക്ക് വലിയൊരു വീടുണ്ടായിരുന്നു. ഞാനും ഒരു വലിയ വീട്ടിലുള്ളവളായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ എല്ലാ ജോലിയും എൻ്റെ തലയിൽ ചുമക്കേണ്ടി വന്നു. വീട്ടുകാര്യങ്ങൾ മുഴുവനും അവരെന്നെ ഏൽപ്പിച്ചു. ഞാൻ തനിച്ച് ചെയ്യേണ്ടി വന്നു. അവർ മഹാറാണിയെപ്പോലെ ഇരിക്കും സിംഹാസനത്തിൽ. വേലക്കാരി എല്ലാം നോക്കുമെന്ന്. രാവിലെ മുതൽ രാത്രി 11 മണി വരെ എനിക്ക് ശ്വാസം കഴിക്കാൻ പോലും 1 മിനിറ്റ് സമയം കിട്ടാറില്ലായിരുന്നു. അവർ എന്നെ സഹായിക്കാനേ വരില്ല. അതുമാത്രമല്ല, അവർ അവരുടെ സമയം പാഴാക്കാൻ വേണ്ടി അവർ ക്ലബ്ബുകളിൽ പോകുമായിരുന്നു. പിന്നെ സംഗീതം പഠിച്ചുകൊണ്ടിരുന്നു. മ്യൂസിക് ടീച്ചർ അവരെ പഠിപ്പിക്കാൻ വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ അമ്മായിയമ്മ അത്രയും പ്രായമായിട്ടും 2 മണിക്കാണ് അവരുടെ മ്യൂസിക് ടീച്ചർ വരാറ്. അപ്പോൾ എന്നോട് നല്ല ചൂടോടെ അവർക്ക് വേണ്ടി 2 മണിക്ക് ശേഷം പലതരത്തിലുള്ള ഡിഷസ് മ്യൂസിക് ടീച്ചറിന് വേണ്ടി ഉണ്ടാക്കാൻ ഓർഡർ ചെയ്യുമായിരുന്നു. സോ ഈ കാര്യം ആ സഹോദരി അവരുടെ മനസ്സിൽ, ഹൃദയത്തിൽ നിന്ന് നടന്ന സംഭവങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ആ പാവം സ്ത്രീ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ സമയത്ത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മായിയമ്മയെ ഞാൻ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതിയിരുന്നത്. എന്നാൽ എൻ്റെ അമ്മായിയമ്മയുടെ എല്ലാ പീഡനങ്ങളും, എനിക്ക് തരുന്ന കഷ്ടപ്പാടുകളും ഞാൻ ഒന്നും പറയാതെ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വീട്, എൻ്റെ ഭർത്താവ്, എൻ്റെ അമ്മായിയമ്മ, എൻ്റെ അമ്മ എന്നെല്ലാം കരുതി ഞാൻ സഹിക്കാറുണ്ടായിരുന്നു. എന്നാൽ വളരെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അമ്മായിയമ്മ നടപ്പു ദൂഷ്യമുള്ളവരായിരുന്നു. മ്യൂസിക് ടീച്ചറുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നു. കൂടാതെ അവർക്ക് മറ്റ് പല അവിഹിത ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ കൂടെ ഒരിക്കലും എന്നെ ഒന്ന് ബന്ധപ്പെടാൻ പോലും അനുവദിക്കില്ലായിരുന്നു. എപ്പോഴും അവർ എൻ്റെ ഭർത്താവിനോട് എന്നെപ്പറ്റി ഓരോന്ന് പറഞ്ഞുകൊടുത്ത് തലച്ചോറിൽ കയറ്റിക്കൊണ്ടേയിരിക്കും. ഞങ്ങളെ ഇരുവരെയും ഒരിക്കലും സ്നേഹത്തോടെ ബന്ധപ്പെടാൻ അവർ അനുവദിച്ചില്ല. കൂടാതെ ഇടയ്ക്കിടയ്ക്ക്
എന്നെ വഴക്ക് പറയും, എന്നെ അടിക്കും, ഭർത്താവിനെ കൊണ്ട് മർദ്ദിപ്പിക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കും. 2 കുട്ടികളുമായി അവരുടെ ജീവിതവും വളരെ മോശമായി. 2 മക്കളും മോശമായ സംസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഭർത്താവും എന്നോട് സംസാരിക്കില്ല, ജോലിക്ക് പോവില്ല, സമ്പാദിക്കില്ല, ദിവസം മുഴുവനും ഇഷ്ടം പോലെ ചുറ്റി നടക്കും. പിന്നെ മദ്യം കുടിക്കും. അതുമാത്രമല്ല, മറ്റ് നടപടികളിലും ഏർപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെ സഹിച്ച് പാവം അവർക്ക് എന്ത് ചെയ്യണം എന്ന് യാതൊരു പോംവഴിയും കിട്ടിയില്ല എന്നവർ പറഞ്ഞു. വീട്ടിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു പറയാൻ സാധിച്ചില്ല എന്ന്. അവരത് സഹിച്ച് ഒടുവിൽ എന്തായി എന്ന് വെച്ചാൽ, ഈ ഈ മരുമകൾക്ക് വീട്ടിൽ ആരെയും ഇഷ്ടപ്പെടാതെയായി. അമ്മായിയമ്മയുടെ കാര്യം മനസ്സിലാക്കിയത് മുതൽ അവർക്ക് ആ വീട്ടിൽ അമ്മായിയമ്മ സ്വൈര്യം കൊടുക്കാതെയായി. അവരെ അടിച്ച് കഴുത്തിന് പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് തള്ളിയിടും. പാവം ഇവർ പുറത്ത് വരാന്തയിലിരുന്ന് രാത്രി മുഴുവനും കരയും. രാവിലെ വാതിൽ തുറക്കുമ്പോൾ സ്വയം അകത്ത് കിടക്കും. അങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അവർ പറഞ്ഞു, ഞാൻ എത്രയോ രാത്രി കരഞ്ഞിട്ടുണ്ട്, എല്ലാ പീഡനങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും സമാധാനമില്ലായിരുന്നു. ഭർത്താവ് ഒരിക്കലും എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല. എന്നാലും ഞാൻ ഒരു ജീവച്ഛവം പോലെ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നു, എൻ്റെ മക്കളെ ഓർത്ത്. പക്ഷെ ഒരു ദിവസം അവർ എന്നെ ഭയങ്കരമായി വഴക്ക് പറഞ്ഞു, അവശനിലയിലാക്കി. എന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്ത് തള്ളിയിട്ടു. എൻ്റെ അച്ഛന് ഫോൺ ചെയ്ത് എന്നെ കൊണ്ടുപോവാൻ പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ അച്ഛനെല്ലാം മനസ്സിലായത്. അതുവരെ ഞാൻ അച്ഛനോട് ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. കാരണം അച്ഛൻ അത് കേട്ടാൽ സങ്കടപ്പെടും എന്ന് കരുതി ഞാൻ എല്ലാം സ്വയം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായി ഡിപ്രഷൻ ഉണ്ടാവാനിടയായി. പിന്നീട് അച്ഛൻ അങ്ങോട്ട് വന്ന് എന്നെയും 2 മക്കളെയും അവിടെ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛൻ ഞങ്ങളെ സ്നേഹത്തോടെ നോക്കി. എനിക്ക് യാതൊരു കഷ്ടവും വരാതെ സംരക്ഷിച്ചു. മക്കളെ അവിടെ വെച്ച് പഠിപ്പിച്ചു. കുറെ കാലം അച്ഛൻ്റെ കൂടെ തന്നെ താമസിച്ചു. എന്നാൽ അതിനുശേഷം എന്തായി എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനും മരിച്ചുപോയി. അപ്പോൾ എനിക്ക് ആശ്രയമില്ലാതെയായി. എൻ്റെ മകനും വളരെയധികം മുരടൻ സ്വഭാവമായിരുന്നു. അവൻ തീരെ പഠിക്കാതെയായി ദൂഷ്യത്തിലേക്ക് ഇറങ്ങി. മകനെപ്പോലെ നടക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ ദുഃഖം, വേറൊരു ഭാഗത്ത് മകൻ്റെ ദുഃഖം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളരെ പ്രയത്നിച്ച് 2 മക്കളെയും വലുതാക്കി, അവരെ പഠിപ്പിച്ചു. എന്നാൽ അതിന് പകരം മകൻ അച്ഛനെ പോലെ തന്നെ എനിക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കെ വീണ്ടും ഒരിക്കൽ ഭർത്താവ് എൻ്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ തെറ്റുകൾക്കെല്ലാം മാപ്പ് തരണം, ഇനിയെങ്കിലും എൻ്റെ കൂടെ ജീവിക്കാൻ നീ വരണം, നീ ഇല്ലാതെ ഞാൻ തനിച്ചായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മക്കളെയും കൂട്ടി ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ കരുതി ഭർത്താവ് നല്ലവനായി, ഇനി എനിക്ക് നല്ല ജീവിതം ഉണ്ടാവുമെന്ന്. സ്വന്തം ഭർത്താവിനോട് സ്ത്രീകൾക്ക് എത്ര ബഹുമാനമാണുള്ളത്. അങ്ങനെ ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന ശേഷം വീണ്ടും ഇതേ പ്രശ്നം ആരംഭിക്കാൻ തുടങ്ങി. അമ്മായിയമ്മയും ഭർത്താവും പഴയതുപോലെ തന്നെ അവരോട് പെരുമാറാൻ ആരംഭിച്ചു. കുറെ കാലം ഇതേ പ്രശ്നം തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് അവർക്ക് സഹിക്കാനാവാതെ പോയി. അവരുടെ തലച്ചോറ് സ്തംഭിച്ചു പോയി. വീണ്ടും അവരെ എല്ലാവരും കൂടി അടിച്ച് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കുകയുണ്ടായി. അവിടെ നിന്ന് അവർ പിതാവിൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. അച്ഛൻ മരിച്ചുപോയെങ്കിലും വീടുണ്ടായിരുന്നു. അവരവിടെ താമസിച്ചു. ഇപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇവിടെയും ജീവിക്കാൻ എനിക്ക് വയ്യ, അവിടെയും വയ്യ. മുൻപ് എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഒരു നല്ല നിലയിലെത്തിയിരുന്നു. ഞാൻ ബ്യൂട്ടി പാർലറും മറ്റും കൊണ്ട് നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവയെല്ലാം ചിന്നാഭിന്നമായി. ഇനി ഞാൻ എവിടെ നിന്നാണ് പണം സമ്പാദിക്കുക, എങ്ങനെയാണ് ജീവിതം നയിക്കുക? എന്നാലും അച്ഛൻ സമ്പാദിച്ചു വെച്ച കുറച്ച് പണമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വീണ്ടും ഒരു ചെറിയ തൊഴിൽ ആരംഭിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അവർ പറഞ്ഞു, ഒരു ദിവസം ഞാൻ TV-യിൽ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടു, ഭാര്യ ഭർത്താക്കന്മാരുടെ ദിവ്യ ബന്ധത്തെപ്പറ്റി. എൻ്റെ മനസ്സിൽ വളരെ സമാധാനം തോന്നി, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒടുവിൽ അവർ എന്നോട് പറഞ്ഞു, പല പ്രാവശ്യം അവർ ആത്മഹത്യ ചെയ്യണം എന്ന ചിന്ത അവർക്കുണ്ടായി എന്ന്. അതായത് എൻ്റെ ഭർത്താവും അമ്മായിയമ്മയും എൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതുപോലെ അല്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അവർ രണ്ടുപേരും എന്തുമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഷോക്കുണ്ടായി. അപ്പോഴാണ് എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയുണ്ടായത്. ഇനി എനിക്ക് ജീവിക്കാനാവില്ലെന്ന് തോന്നി. എന്നാൽ ഒരു കാര്യം എന്നെ ആത്മഹത്യ ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി.
അതെന്താണെന്ന് വെച്ചാൽ, ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാവില്ല. ശാസ്ത്രങ്ങളും ജ്ഞാനികളും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ആത്മഹത്യ ചെയ്താൽ 7 ജന്മങ്ങളോളം ആത്മഹത്യ ചെയ്യേണ്ടി വരും, അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന്. അതുകൊണ്ട് എനിക്ക് അത് ശരിയാണെന്ന് തോന്നിയില്ല. കാരണം മരിക്കുമ്പോൾ ദുഃഖത്തോടെ മരിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിലും അതേ ദുഃഖം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കും. ഒടുവിൽ അവർ ആത്മഹത്യ ചെയ്യില്ലെന്ന് തീരുമാനിച്ചു. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുക? പിന്നീട് അവർക്ക് ആരാണ് ഉണ്ടാവുക എന്ന് തോന്നി. ആ ധൈര്യത്തോടെ അവർ തൻ്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങി. മക്കളെ പരിപാലിച്ചു. പിന്നീട് അവർ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടി. ഇന്നവർ ഒരൊറ്റ ആഗ്രഹത്തോടെ ജീവിക്കുന്നു. മക്കളുടെ ചുമതലയുണ്ടായിരുന്നു. അവർ വിവാഹം കഴിച്ച് ഭർതൃഗൃഹത്തിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ അധ്യാത്മതയിൽ പൂർത്തിയാക്കും. അതിനുശേഷം അവർ എന്നോട് റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ കൂടെ തന്നെ ഇരിക്കാൻ അനുവാദം കൊടുക്കണം എന്ന്. നിങ്ങൾ പോകുന്നിടത്തും താമസിക്കുന്നിടത്തും ഞാനും കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട് അഹമ്മദാബാദിലെ ഹൈവേക്കരികിൽ. അവിടെ ഒരു അനോളജി നടക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും അധ്യാത്മത്തിന് വേണ്ടി ധ്യാനിച്ചു കൊണ്ടിരിക്കും. ഭഗവാന്റെ പരമാത്മഭക്തി പ്രാപ്തമാക്കാൻ വേണ്ടി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ധ്യാനത്തിന് വേണ്ടി ഞാൻ അവിടെ താമസിക്കും. എൻ്റെ കൂടെ ധാരാളം ജനങ്ങളും താമസിക്കാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾക്കത് സമ്മതമാണെങ്കിൽ നിങ്ങൾക്കും വരാം. ഭഗവാന്റെ ദർബാർ വളരെ വലുതാണ്. ആ ദർബാറിൽ ആർക്കും പ്രവേശനമില്ലെന്ന് ആരും പറയാൻ പോകുന്നില്ല. അവർക്ക് വളരെ സമാധാനം തോന്നി. അവർ ജ്ഞാനം നേടി ആത്മജ്ഞാനം പ്രാപ്തമാക്കിയ ശേഷം പറഞ്ഞു, എനിക്ക് വളരെയധികം സമാധാനം തോന്നുന്നു. ഇനി ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ആ പ്രശ്നം ഒരു പ്രശ്നമായി തോന്നില്ല. എന്നാൽ എനിക്ക് ഉണ്ടാവാൻ പോകുന്ന ആയുഷ്കർമ്മം പൂർത്തിയാക്കാൻ കിട്ടിയിരിക്കുന്ന ഈ ചാൻസ് ഉപയോഗിച്ച് അതിൽ നിന്ന് വിമോചിതയായി മുക്തിയുടെ മാർഗത്തിലേക്ക് ഞാൻ മുന്നോട്ട് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ചില ജീവിതങ്ങൾ മറ്റൊരു വിധത്തിലേക്ക് മാറാറുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും ക്ഷമയോടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മഹത്യയിൽ നിന്ന് വിമോചിതയാവാൻ കഴിയും. ഒരു സഹോദരി പറഞ്ഞു, എത്രയോ പ്രാവശ്യം എനിക്ക് ആ ചിന്തയുണ്ടായിരുന്നു, എത്രയോ പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായി ഞാൻ തയ്യാറായി. പക്ഷെ ഒരു ചെറിയ തോന്നൽ, ഒരു ചെറിയ തോട്ട് ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ദുഃഖത്തിന് അവസാനം ഉണ്ടാവില്ല. അതെൻ്റെ ജീവിതത്തിൽ വീണ്ടും വരും. അടുത്ത 7 ജന്മം വരേക്കും അതെന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് അറിഞ്ഞു. ഇത് മനസ്സിലാക്കുന്നതും വളരെ നല്ല കാര്യമാണ്. എനിക്കും നിങ്ങളോട് അതാണ് പറയാനുള്ളത്. അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾക്ക് എപ്പോഴും സങ്കോചമില്ലാതെ അർദ്ധരാത്രിക്ക് പോലും നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാം. ഞാൻ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും നിവാരണം ചെയ്യാനുള്ള യഥാർത്ഥ വഴി പറഞ്ഞു തരും. നിങ്ങൾക്ക് സമാധാനവും കിട്ടും. ഞാൻ പല പട്ടണങ്ങളിലേക്കും പോകാറുണ്ട്. ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും പോവാറുണ്ട്. വിദേശത്തും പോകുന്നുണ്ട്. ഓരോ സ്ഥലത്തും ഞാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റും ചെയ്യാം. എന്നെ വിളിച്ചാൽ മതി. അഹമ്മദാബാദ്, ബറോഡ, സൂരജ്, രാജ്കോട്ട്, ഡൽഹി, ബാംഗ്ലൂർ, പൂനെ, മുംബൈ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോവാറുണ്ട്. വെസ്റ്റേൺ വേൾഡിൽ അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ എല്ലായിടങ്ങളിലും ഞാൻ പോവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എവിടെയെങ്കിലും എന്നെ എളുപ്പം കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ എല്ലാവർക്കും ശാന്തിയുടെ മാർഗം പറയുന്നതായിരിക്കും. മറ്റൊരു സഹോദരിയുടെ ജീവിതം, എനിക്ക് അവരെക്കുറിച്ച് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു കുട്ടി, ഇത്രമാത്രം ധൈര്യത്തോടെ ജീവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ ഭാരതദേശത്തും ഉണ്ടല്ലോ എന്ന്. ഒരു പെണ്ണ് നല്ല പഠിച്ചറിവുള്ളവളാണ്, ഗ്രാജുവേറ്റ് ആണ്. അവളുടെ ഭർത്താവ് വളരെ പ്രൊഫഷണലാണ്, പഠിച്ചറിവുള്ള വ്യക്തിയാണ്, വളരെ സമർത്ഥനായിരുന്നു. പക്ഷെ അയാളുടെ സാമർഥ്യം മുഴുവനും തെറ്റായ വഴിയിലേക്കാണ് പോയിരുന്നത്. എന്നാൽ ആ പെണ്ണ് വളരെ ഭക്തയായിരുന്നു, വളരെ നിഷ്കളങ്കയായിരുന്നു. ഭർത്താവ് എപ്പോഴും ഓരോ കാര്യത്തിനും ഓരോരുത്തരുടെയും മേൽ പഴി ചുമത്തിക്കൊണ്ടിരിക്കും, ഒരിക്കലും സത്യം പറയില്ല. അതുമാത്രമല്ല, അയാൾ ഏറ്റവും വലിയ ഒരു ക്രൈം ചെയ്യുകയും ചെയ്തു. ഫോറിനിൽ പോയി ഏറ്റവും വലിയൊരു ക്രൈം ചെയ്തതുകൊണ്ട് 3-4 കൊല്ലം ജയിലിലും കിടക്കേണ്ടി വന്നു. ഭാര്യയ്ക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാവരും അവരോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് അമേരിക്കയിൽ ജയിലിൽ കിടക്കുകയാണെന്ന്. അയാൾ ജയിലിലായിരുന്നെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. അതുമാത്രമല്ല, പാവം, അവർക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും പണവുമില്ലായിരുന്നു എന്ന് പറയാം. 6 മാസത്തോളം 2 കുട്ടികളുള്ളതാണ്. ആ 2 കുട്ടികൾക്കും പാല് വാങ്ങിക്കൊടുത്തതിൻ്റെ പണം കൊടുക്കാൻ പോലും വഴിയില്ല. കുട്ടികൾക്ക് തിന്നാനും കുടിക്കാനും എന്ത് കൊടുക്കും? 6 മാസത്തോളം അവർ
പാല് വാങ്ങിയ പണവും കൊടുത്തിട്ടില്ല. അവർ എന്തൊക്കെയോ ചെയ്ത് അവരുടെ പരിചയക്കാരോട് എല്ലാവരോടും സഹായം അഭ്യർത്ഥിച്ചു നോക്കി. പിന്നീട് അവർ 6 മാസത്തോളം സർവീസ് ചെയ്തു, ജോലി ചെയ്തു. വളരെ ധൈര്യത്തോടെ അവർ പ്രവർത്തിച്ചു. അവർ ചെറിയ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു. ജോലി ചെയ്യാനും ചെറിയ ചെറിയ കുട്ടികളെ പഠിക്കാനും വേണ്ടി സ്വന്തം മക്കളെ അവർ ഒരു ഗ്രാമത്തിലെ ഒരു ചെലവ് കുറഞ്ഞ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. എന്നാൽ തൻ്റെ തലയിലുള്ള ചുമടൊരൽപ്പം കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് കരുതി. അവർക്ക് സമയം കിട്ടും, അങ്ങനെ പണം സമ്പാദിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മക്കൾക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാം എന്ന് കരുതി. അവരുടെ ഭർത്താവിൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു. അയാൾ ഈ സഹോദരിക്ക് ഒരു ഓഫർ നൽകി. നീ എൻ്റെ കൂടെ താമസിച്ചാൽ നിന്റെ പണത്തിൻ്റെ പ്രശ്നം മുഴുവനും ഞാൻ വഹിച്ചു കൊള്ളാം എന്ന്. അതായത് പണം കൊണ്ട് ഇവരുടെ മാനം വാങ്ങാൻ അയാൾ ശ്രമിച്ചു നോക്കി എന്നർത്ഥം. അവർക്ക് കഷ്ടമുണ്ടായിരുന്നു, എന്നാലും അത്യാഗ്രഹിയല്ലായിരുന്നു. ഭർത്താവിനെ മാത്രമേ ആരാധിച്ചുള്ളൂ. അവൾ പറഞ്ഞു, ഞാൻ പ്യൂരിറ്റിയോടെ മാത്രമേ എനിക്ക് അതിനൊട്ടും സമ്മതമല്ല. ഞാൻ വിശന്ന് മരിച്ചാലും ശരി, എന്നാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും സമ്മതമല്ല. ഞാനൊരു പട്ടിയല്ല, ഞാൻ വ്യഭിചാരിയുമല്ല, ഞാൻ വളരെ അഭിമാനമുള്ളവളാണ്. ആരെയാണ് വിവാഹം കഴിച്ചത്, അയാൾ ഇല്ലെങ്കിൽ പോലും മറ്റാരുടെയും കൂടെയും ഞാൻ ജീവിക്കില്ല. അത്രയും ധൈര്യത്തോടെ അവൾ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹിതനെ നിരാകരിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ അവൾ നാണം കെടുത്തുകയും ചെയ്തു. ബന്ധുക്കൾക്കാർക്കും അറിയില്ലായിരുന്നു, ഇവളും ആരോടും പറഞ്ഞിരുന്നുമില്ല. അവളെ സഹായിക്കാൻ ആരുമില്ല. ഗ്രാമത്തിലുള്ള ചിലർ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാമെന്ന്. എന്നാൽ എന്ത് ചെയ്യാനാ, അവൾ വളരെ ചെറുപ്പമായിരുന്നു, സ്വാഭിമാനിയായിരുന്നു. അവൾ പറഞ്ഞു, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ സ്വന്തം കാലിൽ തന്നെ നിന്നോളാം. വളരെ കഷ്ടപ്പെട്ട് അവൾ തൻ്റെ കടമകൾ നിറവേറ്റിക്കൊണ്ടിരുന്നു. അവളുടെ ഭർത്താവ് പിന്നീട് തിരിച്ചു വന്നു. അയാൾ അവളുടെ കൂടെ ജീവിക്കാൻ ആരംഭിച്ചു. അയാൾ അവളെ അടിക്കും, അവളുടെ പണം പിടിച്ചു പറിക്കും. കാരണം പല നല്ല ബിസിനസ്സുകൾ അവൾ ചെയ്തുകൊണ്ടിരുന്നു. പലതരം ബിസിനസ്സുകൾ, അതായത് ഇൻഷുറൻസ് പോളിസി തുടങ്ങിയ പല സൈഡ് ബിസിനസ്സുകൾ. അതിൽ അവൾ ധാരാളം പണം സമ്പാദിച്ചിരുന്നു. ഭർത്താവ് ജോലിക്ക് പോയില്ല, പക്ഷേ ഇവൾ സമ്പാദിച്ചിരുന്നു. പകരം ഇവളെ അടിക്കുമായിരുന്നു. ഇവളുടെ പണം മോഷ്ടിച്ചെടുക്കും. അവളുടെ ആഭരണങ്ങളും മറ്റും ഭർത്താവ് മോഷ്ടിച്ചു കൊണ്ടുപോവാറുണ്ടായിരുന്നു. ഇവൾ വളരെ നിസ്സഹായായി ജീവിച്ചുകൊണ്ടിരുന്നു. മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. മറ്റ് സ്ത്രീകൾക്ക് പണം കൊടുക്കാൻ വേണ്ടി ഭാര്യ അടിച്ച് പണം വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു. ഈ സ്ഥിതിയിൽ അവൾ മക്കളെ പഠിപ്പിച്ചു വലുതാക്കി. അവർ വലുതായപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവർ വളരെ സ്ട്രോങ് ആയി അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തു. അച്ഛനോട് അവർ സ്ട്രിക്റ്റ് ആയി പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന്. ഒടുവിൽ ഒരു ദിവസം അയാൾ ചെയ്ത പല അന്യായങ്ങൾക്കും, അയാൾ ചെയ്ത പല കുറ്റങ്ങൾക്കും പോലീസ് അയാളെ പിടിച്ചുകൊണ്ടുപോയി. അയാളെ പല വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. അതിനുശേഷം ഓട്ടോമാറ്റിക്കായി രണ്ടുപേർക്കും സെപ്പറേഷനായി. മക്കളെ വിവാഹം കഴിപ്പിച്ചയച്ച് അവരിൽ നിന്ന് അവൾ സെപ്പറേറ്റായി. തൻ്റെ ജീവിതം ശാന്തിയോടും സന്തോഷത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പരിപൂർണ അധ്യാത്മതയിൽ പ്രവേശിച്ചു. മക്കളെയും അധ്യാത്മത്തിൽ കൊണ്ടുവന്നു. അങ്ങനെ ജീവിതം ധൈര്യസമേതം ഏറ്റെടുത്തു. അവൾ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന്. കാരണം ആത്മഹത്യ ചെയ്യുന്നതിനല്ല മനുഷ്യരായി ജനിച്ചത്, ധൈര്യസമേതം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഈ ഭാരതത്തിന് വേണ്ടത്. എല്ലാ പ്രശ്നങ്ങളെയും ധൈര്യസമേതം നേരിടുന്നവരെ വേണം. ജയ് സച്ചിദാനന്ദ.